വലിയ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള പക്വത, രാജ്യത്തെ നയിക്കാനുള്ള കാര്യപ്രാപ്തി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പഴയ പപ്പുമോൻ എന്ന ഇമേജിൽ നിന്നും വലിയ മാറ്റം ഉൾക്കൊണ്ട രാഹുൽ ഗാന്ധിയെയാണ് രാജ്യം ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും വസ്ത്രധാരണവും പൊതുവിഷയത്തിലെ ഇടപെടലുമെല്ലാം അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് രാജ്യം കണ്ട വലിയ ദുരന്തഭൂമിയായ വയനാട്ടിലെത്തി അവർക്ക് ആശ്വാസം പകർന്നതും നമുക്ക് മുന്നിലുണ്ട്. ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ ആര് പ്രധാനമന്ത്രിയാകും? ഒരു കോൺഗ്രസ് അനുകൂല മാധ്യമത്തിൻ്റെ ഈ ചോദ്യത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: യോഗ്യനായ ഒരാൾ രാജ്യം ഭരിക്കും. രാഹുൽ പ്രധാനമന്ത്രി ആകുമോ എന്ന് ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പ്രതീക്ഷയും വിശ്വാസവുമാണെന്നും ആര് പ്രധാനമന്ത്രിയാകും എന്നതല്ല പ്രധാനം, മോദിയുടെ സർക്കാർ തിരിച്ചുവരവില്ലെന്ന് ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുമായിരുന്നു സ്റ്റാലിൻ്റെ നിലപാട്. അതുതന്നെയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ പയറ്റി വിജയിക്കാൻ ശ്രമിച്ചതും. മാസങ്ങളോളം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് ആരവങ്ങൾക്ക് ശേഷം ജൂൺ 4-ന് റിസൾട്ട് പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തൻ്റെ അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തങ്ങളുടെ അതുല്യനായ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കാണാൻ ഞാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഭാവി ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രി തൻ്റെ ചോയ്സ് രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പിന്നാലെയാണ് അടിമുടി മാറ്റം വരുത്തിയ രാഹുൽ 2029-ൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്നതായി കാണുന്നത്. അതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു BJP നേതാവ് സ്മൃതി ഇറാനിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റം വന്നെന്നും അദ്ദേഹം വിജയം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നുവെന്നുമാണ് സ്മൃതി ഇറാനി പ്രതികരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ രാഹുൽ ഇപ്പോൾ പുതിയ തന്ത്രങ്ങളാണ് പയറ്റുന്നതെന്നും സ്മൃതി ഇറാനി പറയുന്നുണ്ട്. പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് സ്മൃതിയുടെ ഈ പരാമർശമുണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പാർലമെൻറ്റിൽ വെള്ള ടീഷർട്ട് ധരിച്ചു വരുമ്പോൾ അത് യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള പ്രവൃത്തികളാണ് അദ്ദേഹത്തിൻ്റേത്. അത് നല്ലതെന്നോ ചീത്തയെന്നോ അപക്വമെന്നോ നിങ്ങൾക്ക് തോന്നിയാലും അതിനെ വിലകുറച്ച് കാണാനാവില്ല. അത് മറ്റൊരു തരം രാഷ്ട്രീയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൻ്റെ പ്രാധാന്യം നിലനിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ വിശാല തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നും സ്മൃതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ക്ഷേത്ര സന്ദർശനങ്ങൾ അദ്ദേഹത്തിന് ഗുണം ചെയ്തില്ലെന്നും മറിച്ച് അത് വോട്ടർമാരിൽ സംശയമുണ്ടാക്കിയിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. ഇത്തരം പരാജയപ്പെട്ട തന്ത്രങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനമെടുത്തതിനെ തുടർന്നാണ് അദ്ദേഹം വിജയിച്ചു തുടങ്ങിയത്. പഴയ തന്ത്രങ്ങൾ ഫലിക്കാതെ വന്നതോടെ അദ്ദേഹം ജാതി രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റിയെന്നും സ്മൃതി പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കടുത്ത വിമർശകയായിരുന്നു സ്മൃതി ഇറാനി. 2014-ൽ രാഹുലിനെതിരെ അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി 2019-ൽ ഇതേ സീറ്റിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയതും എല്ലാവരും കണ്ടതാണ്. ഇരുവരും പലതവണ വാക്പോരും നടത്തിയിട്ടുണ്ട്.